നടുക്കവും ഞെട്ടലും ഉണ്ടാക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം. കണ്ണൂരിൽ സൂര്യാഘാതമേറ്റ് യുവാവ് മരിച്ചു. പള്ളിപ്പോയിൽ സ്വദേശി MV സനൽകുമാറാണ് മരിച്ചത്. കിണർ പണിക്കിടെ ഇന്നലെയാണ് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ഈ വേനൽക്കാലത്ത് കേരളത്തിൽ സൂര്യാതപമേറ്റ് മരണം രേഖപ്പെടുത്തുന്ന ഒരു ദുഃഖകരമായ സമയം കൂടിയാണ്. ഒരുപക്ഷെ സൂര്യാതപമേറ്റും സൂര്യാഘാതമേറ്റും നിരവധി പേർക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പരിക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾ ഈ സൂര്യാതപമേറ്റ് മരിക്കുന്നത് ഇതാദ്യമാണ്. ഈ വേനലിൽ കടുത്ത ചൂടാണ് കേരളമെങ്ങും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ മുന്നറിയിപ്പുകൾ സംസ്ഥാനത്തുടനീളം പുറംപണിയിൽ ഏർപ്പെടുന്ന ആളുകൾക്കൊക്കെ അധികൃതർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം സുരക്ഷാ മാർഗങ്ങളൊന്നും അവലംബിക്കാതെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ രീതിയിലുള്ള സൂര്യാഘാതമേൽക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകൾക്കിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ദുരന്തം വരുന്നത്, ദുരന്ത വാർത്ത വരുന്നത്. ബിജീഷ് ഗോവിന്ദൻ, ബിജീഷ്, ഇന്നലെ ഇദ്ദേഹത്തിന് കാര്യമായി പരിക്കേറ്റിരുന്നോ? ചികിത്സയൊക്കെ കാര്യമായി നൽകാൻ കഴിഞ്ഞിരുന്നോ? ഒടുക്കം മരണം എങ്ങനെയായിരുന്നു ബിജീഷ്? സൈഫുദ്ദീൻ, ഇത് ഇന്നലെ ഈ പറയുന്ന സനൽകുമാറിന്റെ വീട്ടിന് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള കിണറിന്റെ അവിടെ ഒരു കിണറിന്റെ ശുചീകരണം നടക്കുന്നുണ്ടായിരുന്നു. ആ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സനൽകുമാർ പങ്കെടുത്തു. ഇതിനിടെയാണ് സനൽകുമാർ അവിടെ കുഴഞ്ഞു വീഴുന്നത്. തുടർന്ന് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ശാരീരികാവസ്ഥ മോശമായതിനെ തുടർന്നാണ് കണ്ണൂരിലെ തന്നെ ഒരു പ്രശസ്തമായ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ ചികിത്സയിലിരിക്കുമ്പോൾ ഇന്ന് പുലർച്ചെയാണ് സനൽകുമാർ മരണപ്പെട്ടത്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ട് ഡോക്ടർമാരുടെ ഒരു പ്രാഥമിക നിഗമനം ഈ സൂര്യാഘാതം ഏറ്റുകൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങളാണ് മരണത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചക്രക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-നകത്ത് സൂര്യാഘാതമാണ് സനൽകുമാറിന്റെ മരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത്. ഏതായാലും സനൽകുമാർ ഇന്ന് പുലർച്ചെയാണ് മരണപ്പെട്ടത്. ഇന്നലെ ഈ കിണറിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് സനൽകുമാറിനെ ശാരീരിക അവശതകളെ തുടർന്ന് ആദ്യം ക്ലിനിക്കിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. ഡോക്ടറുടെ മുന്നിലുള്ള കാരണം ഇത് മാത്രമാണ്. അതായത് സൂര്യാഘാതം ഏറ്റതിനെ തുടർന്ന് കുഴഞ്ഞു വീണു, അതിന് പിന്നാലെ മരണപ്പെട്ടു എന്നുള്ളതാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്. സൈഫുദ്ദീൻ.